നമസ്കാരം, എല്ലാവർക്കും ഇലക്ട്രോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വർക്ക് ഇതാണ് കേട്ടോ. ഈ ഒരു വീട്ടിലെ സീലിങ്ങിൽ ഇലക്ട്രിക് വർക്കാണ്. എല്ലാ റൂമിലും അതുപോലെ തന്നെ കിച്ചൺ, മുകൾ നില, സിറ്റ് ഔട്ട്, അങ്ങനെ എല്ലാ ഭാഗങ്ങളും സീലിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫുള്ള് ഡ്രസ് വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെ പ്രേക്ഷകർ പുതിയ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്താളി. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻ്റായിട്ട് ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ വർക്കൊക്കെ. അപ്പോൾ ഇതൊരു റൂമാണ്. ഇത് റൂമിൽ ഒരു സ്ക്വയറിലൊരു ബോക്സ് സെൻറ്ററിൽ വരുന്നുണ്ട്. ബാക്കി സൈഡിൽ ഇങ്ങനെ സൈഡിലൂടെ ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ. ഇനി മുകൾ നിലയിലൊന്ന് പോയി വെക്കാം എന്താ വർക്ക്. ഇത് ഇപ്പോൾ സ്റ്റെയർ കേസ് കയറി വരുന്ന ഭാഗം നമ്മളെ ഹാളാണ്. ഹാളിൽ ഇതുപോലെ തന്നെയാണ് സ്റ്റെയർ കേസ് ഹാള് നന്നായിട്ട് അടങ്ങുന്ന ഒരു ഭാഗമാണ്. അതിൽ ഇതേമാതിരി ചെറിയൊരു വർക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതായത് പിന്നെ ഫുള്ളായിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ സൈഡിലൂടെ മാത്രമേ ഒരു വർക്ക് വരുന്നുള്ളൂ. അപ്പോൾ എല്ലായിടത്തും സീലിംഗ് വർക്ക് ആവും ചെയ്യും, കാണാനും ഭംഗിയുണ്ടാവും, വല്ല ഓവറായിട്ട് ചെയ്യും വേണ്ട. ഇതിപ്പോൾ റൂമിലാണ്. റൂമിൽ 2 സൈഡിൽ കോവ്, അതുപോലെ തന്നെ സെൻറ്ററിൽ ഫ്ലാറ്റായിട്ട് ചെയ്യണം. ബെഡ്റൂമാണിത്. അതുപോലെ തന്നെ ഇത് മറ്റൊരു റൂമാണ്. ഈ റൂമിലും അതുപോലെ തന്നെയാണ്, സൈഡിലൂടെ മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ സെൻറ്ററിൽ ഇതുപോലെ ഒരു റൗണ്ട് ചെയ്യുന്നുണ്ട്. റൗണ്ടിൽ ഒരു ഡ്രസ് വർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഡ്രസ് വർക്ക് പിന്നെ കഴിയാത്ത സ്ഥിതിക്ക് നമ്മൾ വയർ വലിച്ചിട്ടുണ്ട്. അത് ആ ഫാനിലേക്ക് വന്ന ബോക്സ് തുറന്നിട്ട് അതിലേക്ക് പിന്നെ കോവിലൈറ്റിനുള്ളൊരു വയർ കൂടി വലിച്ചിടണം. അതായത് ഫാനുള്ളത് തന്നെ മതി. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഫുള്ള് പൈപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യും കേട്ടോ. പൈപ്പ് ഫ്ലക്സ് ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ പിന്നെ പോയിൻ്റ് ഡ്രോപ്പ് ചെയ്യണേക്ക് മാത്രമേ ഫ്ലക്സ് പൈപ്പ് ഉപയോഗിക്കുള്ളൂ. ബാക്കിയുള്ളൊക്കെ പൈപ്പും ജംഗ്ഷനും ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യുന്നത്. പിന്നെ നമ്മളിതങ്ങനെ ആലോചിക്കണമെന്നൊന്നുമില്ല. സീറ്റ് ഔട്ട് ആയതുകൊണ്ട് എന്തെങ്കിലും ചെറിയൊരു ഡിസൈൻ ചെയ്യണോ, പ്രൊഫൈലിലൊക്കെ എന്തെങ്കിലും ഡിസൈൻ ചെയ്യണോ എന്നുള്ള ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ മണ്ട കഴിഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ ഞങ്ങൾ ആലോചിച്ച് എന്തായാലും വേണ്ടില്ല, വയർ വെച്ചിട്ടുണ്ട്. നമുക്ക് പ്രൊഫൈൽ ചെയ്യണമെങ്കിൽ തന്നെ അത് അധികം പിന്നെ വിടുത്തില്ലാത്തതുകൊണ്ട് നമുക്ക് ആ കോവിലൈറ്റിലേക്ക് തന്നെ അതിൻ്റെ വയറൊക്കെ പിന്നെ ചാടിച്ചിടാൻ പറ്റും. ബോർഡ് കയറ്റിക്കോട്ടെ 2 പാനൽ ലൈറ്റും ഫാനിനുള്ള പിന്നെ പോയിൻ്റ് ഇട്ടിട്ടുണ്ട്. കൂടെ തന്നെ ഒരു സർക്യൂട്ട് വയർ ഇട്ടിട്ടുണ്ട്. നമുക്ക് പ്രൊഫൈലിന് വേണമെങ്കിൽ അത് ഉപയോഗിക്കാമെന്നുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ വയർ വലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിൾ വർക്കുകളാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് പിന്നെ കൂടുതലായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല, വലിയ ആഡംബരമായിട്ടൊന്നുമില്ല. പക്ഷേ സിമ്പിൾ വർക്കാണ്, കാണാൻ ഭംഗിയുള്ളൊരു വർക്കായിരിക്കും. അപ്പോൾ ഇതിൽ വേറെ ഇതും കൂടി ഉണ്ട് കേട്ടോ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ ലാസ്റ്റ് ഒരു സംഗതി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കാണാം കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാം എല്ലാവരും. അപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ വയർ വലിയ കഴിഞ്ഞു. വയർ ഞങ്ങൾ ഫുള്ള് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഏതൊക്കെ വയറാണ് എവിടെയൊക്കെ കൊടുക്കേണ്ടതെന്നുള്ളത്. പിന്നെ മാസ്കിൻ ടേപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പോരാത്തതിന് ഞങ്ങൾ കളർ കോഡും മാറ്റിയിട്ടുണ്ട് കേട്ടോ. കോവിലൈറ്റിനും പ്രൊഫൈലിനും പിന്നെ നമ്മൾ ലൈറ്റ് പാനൽ ലൈറ്റിനും കൂടി കളർ കോഡ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ഈ മാസ്ക് ടേപ്പ് പോയാലും നമുക്ക് ആ കളർ കോഡ് പിന്നെ ഉപകാരപ്പെടും. പിന്നെ പ്രൊഫൈലിലേക്ക് പോകുന്ന DC ലൈറ്റ്, DCക്കുള്ള വയറൊക്കെ അതുപോലെ തന്നെ മാർക്ക് പ്രത്യേകം AC DC ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ വയറിങ്ങൊക്കെ ഇതാ കഴിഞ്ഞിട്ടുണ്ട്. റൂമിലൊക്കെ അതുപോലെ തന്നെ പ്രൊഫൈലും ഉണ്ട്, പാനൽ ലൈറ്റും ഉണ്ട്. കോർണറായിട്ട് പ്രൊഫൈൽ വരുന്നുണ്ട്. പിന്നെ കോർണറിൽ ഡിസൈൻ ചെയ്ത് ചെയ്യാന്നുള്ള നിൽക്കി അവിടേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ രഞ്ജിത്ത് ആ വയറൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചോളാം. വയറിൻ്റെ ആവശ്യം കഴിഞ്ഞില്ല, ഇനി നമ്മളെ പണി വേറെയാണ്. അപ്പോൾ ആ വർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സംഗതികൾ എത്താൻ. അപ്പോൾ രഞ്ജിത്തൊക്കെ അവിടെ ഇരിക്കുകയാണ്. എല്ലാ വർക്കും കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അത് കിട്ടിയാലേ ഞങ്ങളെ വർക്ക് പൂർത്തിയാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ലാഡർ അതുപോലെ പവറും ഡ്രില്ലൊക്കെ റെഡിയാക്കി സെറ്റാക്കി നിൽക്കുകയാണ്. അപ്പോൾ അതാ വന്നു മക്കളെ, ഇതാണ് നമ്മൾ പറഞ്ഞ ആ വെയിറ്റ് ചെയ്തുകൊണ്ടുവന്ന സാധനം കേട്ടോ. കുറച്ച് വൈകിയാണ്, എന്നാലും ഞങ്ങൾ ആ സാധനം കൂടി കിട്ടുന്ന വരെ കാത്തുന്നതാണ്. അതുകൊണ്ട് വെച്ചാൽ ഞങ്ങളെ പരിപാടി നടക്കുള്ളൂ. അത് കണ്ടില്ലേ, ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫാനിന് വേണ്ടിയിട്ട് ഹുക്ക് ഉണ്ടാക്കിയതാണ്. അത് സ്റ്റീൽ ഹുക്കാണത്. സ്റ്റീലിൽ ആംഗുലറിൽ സ്റ്റീലിൻ്റെ ഹുക്ക് നമ്മൾ വെൽഡ് ചെയ്യിപ്പിച്ചിട്ട് കൊണ്ടുവന്നതാണ്. ആംഗുലറിൽ ഈ L ഷേപ്പിൽ ഉണ്ടാക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ കണ്ടില്ലേ, ഈ അടി കൂടെ പോയ വലിയ ചാനൽ കണ്ടില്ലേ, വലിയ ചാനലിൻ്റെ മുകളിൽ ചാനൽ കണ്ടില്ലേ, ആ ചാനലിൻ്റെ സെൻറ്ററിലൊക്കെ ചിലപ്പോൾ നമുക്ക് സെൻറ്റർ വരാം, പിന്നെ മാർക്ക് ചെയ്ത് വരുമ്പോൾ സെൻറ്റർ അങ്ങോട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലൊക്കെ വരും അത് ആ ചാനലിൻ്റെ. അപ്പോൾ അത് നമുക്ക് ഈ ആംഗുലർ L ഷേപ്പ് കൊടുക്കാതെ നേരിട്ട്
അതിന്മേൽ തന്നെ പിന്നെ നമ്മൾ യു ടൈപ്പിൽ വെൽഡ് ചെയ്ത് വെച്ചിക്കുകയാണെങ്കിൽ, അതായത് ഈ ക്ലാമ്പ് വെൽഡ് ചെയ്ത് വെച്ചാൽ എൽ ടൈപ്പ് അല്ലാതെ ഇതിൻ്റെ ആംഗ്ലറിൻ്റെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ഭാഗത്ത് നമ്മൾ വെൽഡ് ചെയ്ത് വെച്ചാൽ പിന്നെ നമ്മൾ സെൻറ്റർ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. എൽ ഷേപ്പിലാകുമ്പോൾ കുറച്ച് വൈഡാക്കി വെച്ചിട്ട് ചാനലിൻ്റെ അടിയിലേക്കൊക്കെ മാറ്റിയേക്കാം കേട്ടോ. അതുകൊണ്ടാണ്, പ്രത്യേകിച്ച് വേറെ കാരണമൊന്നുമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു ഉപകാരം കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയായിരിക്കും നമുക്ക് ഫുള്ള് വർക്ക് കഴിഞ്ഞാൽ കേട്ടോ, ജിപ്സത്തിൻ്റെ വർക്ക് കഴിഞ്ഞാൽ. എന്നിട്ട് ആ ഹോൾസൊക്കെ നമുക്ക് പ്ലാസ്റ്റർ വരച്ചിട്ട് അടച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പിന്നെ സീലിങ്ങിൽ കോൺക്രീറ്റ് സീലിംഗ് ചെയ്ത മാതിരി ഉണ്ടാവും. അതിനാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ എന്താ പറയുക, മറ്റുള്ള വർക്കിനെ അപേക്ഷിച്ച് നല്ലൊരു പെർഫെക്ഷൻ കിട്ടും, നല്ലൊരു ഭംഗി കൊണ്ടുവരാൻ കിട്ടും. മറ്റേ റാഡ് തൂക്കിയിടുമ്പോഴേ അതിങ്ങനെ വെറുതെ നമ്മൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നല്ലാതെ അതിൽ ഫാൻ വെക്കൽ നിർബന്ധമാവും. ഇനിയിപ്പോൾ അതിൻ്റെ ഷാക്ലിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയാൽ തന്നെ നമുക്ക് മാറ്റാനും ബുദ്ധിമുട്ടാണ്. സീലിംഗ് കട്ട് ചെയ്യാതെ യാതൊരു നിർവാഹമില്ല. ഇതാകുമ്പോൾ നമുക്ക് സാധാരണ ഫാന് കുക്കുന്ന അഴിച്ചെടുത്ത് എന്ത് ചെയ്യാൻ പറ്റുമോ അതേപോലത്തെ തന്നെ ചെയ്യാം കേട്ടോ. അങ്ങനത്തെ ഒരു ഉപകാരം കൂടി ഇതുകൊണ്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വർക്ക്. പ്രേക്ഷകർക്ക് ഈ ഒരു വർക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് പ്രത്യേകിച്ചും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം, നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.